Good morning, students. Welcome to biology class. In the last class, we discussed animal tissues. Which are the animal tissues that we have discussed? Epithelial tissue, connective tissue, nervous tissue, and muscular tissue. Today, we are going to discuss plant tissues. So, let us begin the class. How fast does this tree grow? Why can't I grow like it? This is a doubt raised by a girl. The girl is observing a bamboo plant and she thinks the plant grows in a very fast rate and she cannot grow like the bamboo plant. നമുക്കറിയാം നമ്മളുടെ പ്രായത്തിലുള്ള ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റും നമ്മുടെ ഹൈറ്റ് ഒരുപോലെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. അപ്പം നിങ്ങൾക്ക് 10-13 വയസ്സുണ്ട്. നിങ്ങളുടെ ഹൈറ്റ് 13 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങളുടെ ഹൈറ്റ് വളരെ കുറവായിരിക്കും. പ്ലാന്റ്സ് വളരെ ടോളായിട്ട് വളരും. അവരുടെ ഹൈറ്റ് വളരെ കൂടുതലാണ്. വൈ കോണ്ട് ആനിമൽസ് ഗ്രോ ടോൾ ആസ് പ്ലാന്റ്സ്? പ്ലാന്റ്സിനെ പോലെ ഉയരത്തിൽ വളരാൻ ആനിമൽസിന് സാധിക്കുന്നില്ല. ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്ലാന്റ്സിന് വളരെ ഹൈറ്റിൽ വളരാൻ സാധിക്കുന്നു, ആനിമൽസിന് അതിന് സാധിക്കുന്നില്ല. ഈസ് ദ ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലൈക്ക്? പ്ലാന്റ്സിലെയും ആനിമൽസിലെയും ഗ്രോത്ത് ഒരുപോലെയാണോ? നമുക്കൊന്ന് നോക്കാം. പ്ലാന്റ്സിലെ ഗ്രോത്ത് ആനിമൽ ഗ്രോത്തിൽ നിന്നും തികച്ചും ഡിഫറൻ്റ് ആണ്. ആനിമൽ ബോഡി ഗ്രോ ആസ് എ ഹോൾ. നമ്മുടെ ആനിമൽസിന്റെ ബോഡി എന്ന് പറയുന്നത് പാർട്ട് ബൈ പാർട്ടായിട്ട് വളരുന്നതല്ല. ആസ് എ ഹോൾ, ശരീരം ആകെ മൊത്തത്തിൽ ഒരു വളർച്ചയാണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്ലാന്റ്സിൽ അതിന്റെ ടിപ്പ് റീജിയൻസിലാണ് ഗ്രോത്ത് സെന്റർ ചെയ്തിരിക്കുന്നത്. ഗ്രോത്ത് ഇൻ ആനിമൽസ് കംസ് ടു ആൻ എൻഡ് അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ്. ആനിമൽസിലെ ഗ്രോത്ത് ഒരു പ്രത്യേക ഏജ് വരെ മാത്രമേ കാണുകയുള്ളൂ. അതേസമയം പ്ലാന്റ്സ് അവരുടെ ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടിരിക്കും. ഇനി എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് ചില റീജിയൻസിൽ മാത്രം ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്? ദ ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ഈസ് സെന്റേഡ് അറ്റ് സ്റ്റെം ടിപ്പ് ആൻഡ് റൂട്ട് ടിപ്പ്. സ്റ്റെമ്മിന്റെ ടിപ്പിലും റൂട്ടിന്റെ ടിപ്പിലുമാണ് ഗ്രോത്ത് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത്. The growth in plants is mainly centered at the stem tip and root tip. But in animals, growth is not confined to any specific area. ഒരു പ്രത്യേക ഏരിയയിലായിട്ട് ഗ്രോത്ത് കൺഫേം ചെയ്യുന്നില്ല. Why does growth in plants occur at specific regions? എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ ഇങ്ങനെ ഗ്രോത്ത് പ്രത്യേക റീജിയൻസിലായിട്ട് മാത്രം സെന്റർ ചെയ്തിരിക്കുന്നത്? സെന്റേഡ് അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ സീൻ അറ്റ് ദ സ്റ്റെം ടിപ്പ് ആൻഡ് റൂട്ട് ടിപ്പ്. സ്റ്റെമ്മിന്റെ ടിപ്പിലും റൂട്ട് ടിപ്പിലും കാണുന്ന ഒരു പ്രത്യേകതരം സെൽസ് ആണ് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നത്. ആ ടിഷ്യൂസിന് റാപ്പിഡ് ഡിവിഷൻ നടക്കാൻ സാധിക്കും. ദേ അണ്ടർഗോ വെരി റാപ്പിഡ് ഡിവിഷൻ ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പം സ്റ്റെം ടിപ്പിലും റൂട്ട് ടിപ്പിലും കാണുന്ന മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് പ്ലാന്റ് ഗ്രോത്തിനെ സഹായിക്കുന്നത്. അപ്പം പ്ലാന്റ് ഗ്രോത്ത് സ്റ്റെം ടിപ്പിലും റൂട്ട് ടിപ്പിലും ലോക്കലൈസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രസൻസ് ആണ്. Here you can see the meristematic tissue at the stem tip and root tip. റൂട്ടിന്റെ ടിപ്പിലും സ്റ്റെമ്മിന്റെ ടിപ്പിലും കാണുന്ന മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് ഇത്. ദിസ് ദ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇൻ ദ റൂട്ട്. ദിസ് ഇസ് ദ സ്റ്റെം ടിപ്പ്. സോ what are meristematic tissues? Meristematic tissues are specific cells seen at the tip of stem and the root in plants. They undergo rapid division and this result in the growth of plants. സ്റ്റെമ്മിന്റെ ടിപ്പിലും
റൂട്ടിന്റെ ടിപ്പിലുള്ള മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ റാപ്പിഡ് ഡിവിഷനാണ് സ്റ്റെം ടിപ്പിലും റൂട്ട് ടിപ്പിലും ഗ്രോത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം. Now let us see what is the difference between a meristematic cell and a mature cell. Here we can see a meristematic cell and a mature cell in the diagram. We know that plant cell has an outer covering called a cell wall made of cellulose. In the meristematic cell there is a thin primary wall. And a wall എന്ന് പറയുന്നത് thin ആണ്. But in a mature cell it has primary wall and it become thick. A thick secondary wall is found outside the primary wall. Primary wallന് വെളിയിലായിട്ട് ഒരു thick secondary wall കാണാൻ സാധിക്കും. അതാണ് mature cellല് thick secondary wall is there. But in a meristematic cell the wall is thin. Then the amount of cytoplasm. The cytoplasm is filled in the cell. More cytoplasm is seen in a meristematic cell, but the amount of cytoplasm is less in a mature cell. Mature cell cytoplasmത്തിന്റെ amount വളരെ കുറവാണ്. Here a very large nucleus is seen in a meristematic cell. Meristematic cell ഒരു വലിയ ന്യൂക്ലിയസ് കാണാം. And in a mature cell the nucleus is small compared to the nucleus in a meristematic cell. Meristematic cellലെ ന്യൂക്ലിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെച്ചർ സെല്ലിലുള്ള ന്യൂക്ലിയസ് വളരെ ചെറുതാണ്. In the mature cell we can see a large blue colored part. This is a vacuole. This vacuole is not seen in meristematic cell. Meristematic cellലെ vacuole സാധാരണ കാണുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ they are very small. വളരെ ചെറിയ vacuoles മാത്രമേ കാണുകയുള്ളൂ. But in a mature cell there is a very large vacuole. അപ്പം നമ്മൾ ഒരു മെറിസ്റ്റമാറ്റിക് സെല്ലും മെച്ചർ സെല്ലുടെ കമ്പയർ ചെയ്യുമ്പോൾ the size of nucleus. The size of nucleus is very large in meristematic cell, but it is very small in a mature cell. Thickness of cell wall. Thin primary wall is seen in meristematic cell, but a thick secondary wall is present in mature cell. The quantity of cytoplasm. More cytoplasm is seen in meristematic cell, and the amount of cytoplasm is very less in a mature cell. And presence of vacuole is a feature of mature cell. It is absent in a meristematic cell. These are the differences between meristematic cell and a mature cell. Then this meristematic cell undergo division, and different type of plant tissues are formed from meristematic cell. Meristematic cellിലാണ് പ്ലാന്റ് ടിഷ്യൂസ്, പലതരത്തിലുള്ള പ്ലാന്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ആ പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്ലാന്റ് സ്റ്റെമ്മിന്റെ സെക്ഷൻ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റെമ്മിന്റെ സെക്ഷൻ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്താൽ ഇതേപോലെ ഒരു റൗണ്ട് ഫിഗർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു പോർഷൻ എൻലാർജ് ചെയ്തിരിക്കുന്നതാണിത്. വിച്ച് ആർ ദ പ്ലാന്റ് ടിഷ്യൂസ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ. ഇതിനകത്ത് കാണാൻ പറ്റുന്ന പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, ഫ്ലോയം, സൈലം. അപ്പം ഇമ്പോർട്ടന്റ് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, ഫ്ലോയം, സൈലം. These are the important plant tissues. Let us discuss these plant tissues in detail. The important plant tissues are parenchyma, collenchyma, sclerenchyma, xylem and phloem. First one, parenchyma. This is the structure of parenchyma cell. Parenchyma cells are composed of cells with the simplest structure. Parenchyma എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ഉള്ള സെൽസുകൾ ചേർന്നാണ്. Then they are seen in soft part of plant. പ്ലാന്റിന്റെ സോഫ്റ്റ് പാർട്ടിലാണ്, അതായത് ടിപ്പ് റീജിയൻസിൽ, സോഫ്റ്റ് ആയിട്ടുള്ള റീജിയൻസിലാണ് ഇത് കാണുന്നത്. ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്.
ഫുഡ് സ്റ്റോർ ചെയ്യുകയും ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുകയും. അതായത് ഈ പാരൻകൈമ സെൽസിനകത്ത് ചിലപ്പോൾ ക്ലോറോഫിൽ ഉണ്ടാവും. അപ്പോൾ അവരെ ക്ലോറൻകൈമ എന്ന് വിളിക്കും. അങ്ങനെയുള്ള പാരൻകൈമ സെൽസ് ആണ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പാരൻകൈമ സെൽസ് composed of cells with the simplest structure seen in the soft parts of the plant help in photosynthesis and the storage of food. Second one is collenchyma. Collenchyma cells composed of cells that are thick only at the corners of the cell wall. നമുക്കിവിടെ കാണാം ഇതിന്റെ സെൽസിന്റെ കോർണേഴ്സ് തിക്കായിട്ടാണ് വരച്ചിരിക്കുന്നത്, ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. ദ കോർണേഴ്സ് ഓഫ് ദ വോൾ ഈസ് തിക്ക്. സെല്ലിന്റെ വോളിന്റെ കോർണറുകൾ തിക്കാണ്. ഇത് ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും കൊടുക്കും. പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോളൻകൈമയുടെ ഫംഗ്ഷൻ. അപ്പോൾ കോളൻകൈമ ഈസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് that are thick only at the corners of the cell wall and provide flexibility and support to the plant parts. Next one is sclerenchyma. It is composed of cells that are uniformly thick all over the cell wall. Cell wall എല്ലാം നല്ല കൂടുതൽ കട്ടിയുള്ള സെൽ വോൾ ആണ്, തിക്ക് സെൽ വോൾ ആണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്ട്. പ്ലാന്റ് പാർട്സിന് സ്ട്രെങ്തും സപ്പോർട്ടും കൊടുക്കുന്നു, ബലവും അതുപോലെ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ക്ലീറൻകൈമയുടെ ഫംഗ്ഷൻ. അപ്പം ദീസ് ആർ ദ 3 plant tissues: parenchyma, collenchyma and sclerenchyma. The next is xylem and phloem. You can see xylem and phloem in the picture. Xylem, phloem ഉണ്ട്. അപ്പോൾ xylem, phloem കണ്ടക്ഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. Xylem and phloem help in the conduction of materials. Xylem carries water and minerals absorbed by the root to the leaves. വാട്ടർ, മിനറൽ, റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെയും മിനറലിനെയും ലീവ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് സൈലത്തിന്റെ ഫംഗ്ഷൻ. സൈലം ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ബൈ ദ റൂട്ട് ടു ലീവ്സ്. And phloem conduct the prepared food materials in leaf to various part of the plant. ലീഫിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റിന്റെ പല ഭാഗത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ. ആൻഡ് ആസ് ദീസ് ടിഷ്യൂസ് ആർ ഫോംഡ് ഫ്രം പെക്യൂലിയർ സെൽസ് ടു ഡു ദി ഫംഗ്ഷൻ ഓഫ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി പെക്യൂലിയർ പ്രത്യേകതരം സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് ഇവരെ വാസ്കുലാർ ടിഷ്യൂസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ആർ ടുഗദർ കോൾഡ് വാസ്കുലാർ ടിഷ്യൂസ്. ആൻഡ് ദേ ആർ കോംപ്ലക്സ് ടിഷ്യൂസ്. ഇവരെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കും. കാരണം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ സൈലം എന്ന് പറയുന്ന ഈ ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്ന ഒന്നിൽ കൂടുതൽ തരം സെൽസുകൾ കൊണ്ടാണ്. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഡയഗ്രാം കണ്ടാലേ മനസ്സിലാകും. സൈലം ഈസ് ഫോംഡ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽ. അതേപോലെ തന്നെ ഫ്ലോയവും ഒന്നിൽ കൂടുതൽ തരം സെൽസ് ചേർന്നാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. സോ സൈലം ആൻഡ് ഫ്ലോയം ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ദേ ആർ ഫോംഡ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. ദെൻ സൈലം ഈസ് ഫോംഡ് ഓഫ്, ഇതിനകത്തിപ്പോൾ 2 തരം സെൽസ് ആണ് നമുക്ക് കാണുന്നത്, സൈലം ബെസൽസും ട്രക്കീഡ്സും. ട്രക്കീഡ്സ് ആൻഡ് ബെസൽസ് എന്ന് പറയുന്ന 2 തരം ടിഷ്യൂസ് നമുക്കിതിൽ കാണാം. ഫ്ലോയത്തില് സീവി ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത്, ഇതാണ് സീവി ട്യൂബ്. ഈ സ്മോളർ സെൽസ് ആണ് കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ 2 ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആർ സൈലം ആൻഡ് ഫ്ലോയം. പ്ലാന്റിന്റെ ബോഡിയിൽ കാണുന്ന 2 തരം കോംപ്ലക്സ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈലവും ഫ്ലോയവുമാണ്. And xylem is formed of tubes formed from elongated cells. And ഇവിടെ കാണുന്ന ഇലോങ്ങേറ്റഡ് സെൽസ് ഉണ്ട്. ഈ ഇലോങ്ങേറ്റഡ് സെൽസ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് വലിയ ട്യൂബുകൾ പോലെയാണ് സൈലം പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇറ്റ് ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ലീവ്സ് ആൻഡ് ദേ ഹാവ് തിക്ക് സെൽ വോൾസ്. സൈലം എന്ന് പറയുന്ന ടിഷ്യൂവിലെ സെൽസിന് തിക്ക് സെൽ വോൾ ആണുള്ളത്. അതുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാനും സാധിക്കും.
പ്ലാന്റ് ബോഡിക്ക് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് കൂടെ പ്രൊവൈഡ് ചെയ്യാൻ സൈലത്തിന് സാധിക്കും. അപ്പോൾ സൈലം ക്യാൻ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ഇൻ അഡീഷൻ ടു കണ്ടക്ഷൻ. കണ്ടക്ഷൻ കൂടാതെ പ്ലാന്റ് ബോഡിക്ക് സപ്പോർട്ട് കൂടെ നൽകാൻ സാധിക്കും. ഫ്ലോയം കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇന്റർകണക്റ്റഡ് സെൽസ് and transport food synthesized in leaves to various parts of the plant body. ലീഫ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റ് ബോഡിയുടെ പല ഭാഗത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ടിഷ്യൂസ്. അപ്പോൾ ദ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ടിഷ്യൂസ് ആർ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം ആൻഡ് ഫ്ലോയം. This xylem and phloem are together called vascular tissues because they help in conduction. കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവരെ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവരെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കും. കാരണം ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. ഒന്നിൽ കൂടുതൽ തരം സെല്ലുകൾ ചേർന്നാണ് സൈലവും ഫ്ലോയവും ഉണ്ടായിരിക്കുന്നത്. സോ ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച പ്ലാന്റ് ടിഷ്യൂസിന്റെ ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്താൽ, ഒരു കോൺസെപ്റ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്താൽ അത് ഇങ്ങനെയായിരിക്കും: വാസ്കുലാർ ടിഷ്യൂസ്, സൈലം ആൻഡ് ഫ്ലോയം. അതർ പ്ലാന്റ് ടിഷ്യൂസ്, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അപ്പം ഇത്രയും ഈ മാപ്പിനകത്ത് പ്ലാന്റ് ബോഡിയിലുള്ള ടിഷ്യൂസിന്റെ എല്ലാം പേരുണ്ട്: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. അപ്പൊ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് പ്ലാന്റ് ടിഷ്യൂസിന്റെ പേര് ഒരു കോളത്തിലും അടുത്ത കോളത്തിൽ അതിന്റെ പെക്യൂലിയാരിറ്റീസ് ഓർ ഫീച്ചേഴ്സും ചേർത്ത് 2 കോളമായിട്ട് വേണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? അബൌട്ട് ഡിഫറെന്റ് പ്ലാന്റ് ടിഷ്യൂസ്, മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, ദ ഡിഫറൻസ് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും പോർഷൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഡിഫറെൻ്റ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്, ആനിമൽസിലെ ഡിഫറെൻ്റ് ഓർഗൻ സിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.